ശ്രദ്ധേയനായ ശ്രീ രവി മേനോൻ ഇന്നത്തെ തലമുറ അറിയുന്നവരും അറിയപ്പെടേണ്ടവരും പ്രഗത്ഭരുമായ ജേർണലിസ്റ്റുകളെ വായനക്കാർക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് അക്ഷരനക്ഷത്രങ്ങളിലൂടെ. ആദ്യമായി സ്വാഗത പ്രസംഗത്തിനായി കേരള മീഡിയ അക്കാദമി സെക്രട്ടറി ശ്രീ അനിൽ ഭാസ്കറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. 1979 സ്ഥാപിതമായ കേരള മീഡിയ അക്കാദമി 45 വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അരനൂറ്റാണ്ട് കാലത്തിലേക്ക് നമ്മുടെ അക്കാദമി നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അരനൂറ്റാണ്ട് കാലം മാധ്യമ പഠന ഗവേഷണം എന്ന മുഖ്യമായ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനൊപ്പം ആ മേഖലയിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്നതിനൊപ്പം അതിപ്രഗത്ഭരായ മാധ്യമപ്രവർത്തകരുടെ ഓർമ്മക്കുറിപ്പുകൾ, അവരുടെ മാധ്യമ പരിചയം, മാധ്യമ പ്രവർത്തനം സംബന്ധിച്ച കനപ്പെട്ട പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന ലക്ഷ്യം കൂടി മീഡിയ അക്കാദമി നിറവേറ്റുന്നുണ്ട്. അങ്ങനെ കേരള മീഡിയ അക്കാദമിയുടെ പ്രസിദ്ധീകരണ വിഭാഗം പ്രസിദ്ധീകരിക്കുന്ന 54ാമത്തെ പുസ്തകമാണ് ശ്രീ രവി മേനോന്റെ അക്ഷരനക്ഷത്രങ്ങൾ. ചലച്ചിത്രഗാന ഗവേഷകൻ, നേരത്തെ ഇവിടെ ഇൻട്രൊഡക്ഷനായി പറഞ്ഞതുപോലെ ചലച്ചിത്രഗാന ഗവേഷകൻ, സ്പോർട്സ് ലേഖകൻ, പത്രപ്രവർത്തകൻ തുടങ്ങി പതിറ്റാണ്ടുകൾ നീണ്ട മാധ്യമപ്രവർത്തന ജീവിതത്തിൽ അദ്ദേഹം പരിചയപ്പെട്ടവർ, ഒപ്പം ജോലി ചെയ്തവർ, അങ്ങനെ പ്രമുഖരായ മാധ്യമപ്രവർത്തകരെ, പത്രപ്രവർത്തകരെ തൻ്റെതായ ഭാഷയിൽ, തൻ്റെതായ ശൈലിയിൽ അക്ഷരനക്ഷത്രങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീ രവി മേനോന്റെ ഈ പുസ്തകം വളരെ അഭിമാനത്തോടു കൂടിയാണ് കേരള മീഡിയ അക്കാദമി പ്രസിദ്ധീകരിക്കുന്നത്. കാരണം ഒരു കാലഘട്ടത്തിൽ പ്രൊഫസർ എം കൃഷ്ണൻ നായരും ടോംസും എങ്ങനെയാണ് സാഹിത്യ വാരപനത്തിലൂടെയും ബോബനും മോളിയിലൂടെയും മലയാളത്തിലെ വായനക്കാരെ അക്ഷമരായി ഒരാഴ്ച കാത്തിരുത്തിയത്, ആ രീതിയിൽ അതോടൊപ്പം തന്നെ ഒരു കാലത്ത് കലാകൗമുദിയിലും മലയാള മനോരമ ആഴ്ചപ്പതിപ്പും കയ്യിൽ കിട്ടിയാൽ പുറകിൽ നിന്ന് നമ്മൾ വായന തുടങ്ങുമായിരുന്നു. അത്തരത്തിൽ പിന്നീട് എൻ്റെ അനുഭവത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കിട്ടിയാൽ പാട്ടെഴുത്ത് വായിക്കുക, ആദ്യം ഉൾപേജിലേക്ക് പോകുക. അങ്ങനെ മലയാളികളുടെ വായനാ ശീലത്തെ തന്നെ സ്വാധീനിച്ച എഴുത്തുകാരിൽ, അപൂർവം എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നതിലൂടെ മീഡിയ അക്കാദമി കൂടിയാണ് ആദരിക്കപ്പെടുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, കളിയെഴുത്തിനും പാട്ടെഴുത്തിനും വേണ്ടത് പഞ്ചുള്ള ഭാഷയും മൊഞ്ചുള്ള ഭാഷയുമാണ് വേണ്ടത്. ഈ അക്ഷര നക്ഷത്രങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുന്നതിന് മുമ്പ് അക്കാദമി സെക്രട്ടറി എന്ന നിലയിൽ എനിക്കത് വായിക്കാനുള്ള അവസരം കിട്ടി. ആ പഞ്ചുള്ള ഭാഷയും മൊഞ്ചുള്ള ഭാഷയും നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ കാണാം. ഈ മഹത്തായ, ഈ മനോഹരമായ കൃതി ഉചിതമായ കരങ്ങളാലാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഉന്നത നീതിബോധം പുലർത്തുന്ന ന്യായാധിപൻ എന്നതിലുപരി കല, സാഹിത്യം, സിനിമ, സംഗീതം, ഇതോടൊക്കെ വ്യക്തിബന്ധം തന്നെയുള്ള നമ്മുടെ ആദരണീയനായ മഹനീയ വ്യക്തിത്വം ശ്രീ ജസ്റ്റിസ് ടി.വി. കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. കേരള മീഡിയ അക്കാദമിക്കും നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം, ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യും. ശ്രീമതി രമ്യ നമ്പീശനാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത്. നിങ്ങളുടെ മുന്നിൽ കൂടുതൽ വിശേഷണങ്ങൾ ആവശ്യമില്ല. കലാകുടുംബത്തിൽ ജനിച്ചു വളർന്നു, ഗായിക, അഭിനേതാവ്, സീരിയൽ രംഗങ്ങളിൽ, ടെലിവിഷൻ മാധ്യമത്തിൽ ശ്രദ്ധേയമായ വ്യക്തിത്വം, നിലപാടുകളുള്ള വ്യക്തിത്വം ശ്രീമതി രമ്യ നമ്പീശനെ ആദരപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ശ്രീ റിക്സൺ ഇടത്തിൽ, അദ്ദേഹം ദ ഫോർത്ത് ന്യൂസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്.
ക്ഷമിക്കണം, ഇതിനിടയിൽ ഞങ്ങളുടെ അക്കാദമി ചെയർമാനെ സ്വാഗതം ചെയ്യാൻ വിട്ടുപോയി. അദ്ദേഹം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കേരള മീഡിയ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം മാധ്യമപ്രവർത്തനം സംബന്ധിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിക്കുക. തീർച്ചയായിട്ടും അതിലുണ്ടാകുന്ന ഒരു പ്രശ്നം അതിൽ ആവർത്തന വിരസത വരും എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് പലപ്പോഴും ബാബു സാറിൻ്റെ സർഗാത്മകമായ ചിന്തയിൽ നിന്ന് ഉരുത്തിരിയുന്ന പുസ്തകങ്ങളാണ് ഈ പുറത്തു വരുന്നത്. കഴിഞ്ഞ 8 വർഷമായി അദ്ദേഹം മീഡിയ അക്കാദമിയെ നയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ സർവതോന്മുഖമായ ഈ പ്രവർത്തനമാണ് മീഡിയ അക്കാദമിയെ ഇത്ര ചലനാത്മകമായി. മീഡിയ അക്കാദമിയെ കുറിച്ച് ഇപ്പോൾ എല്ലാവരും പറയുന്നത് നിരന്തരം വാർത്തകളിൽ കാണാമല്ലോ എന്നാണ്. കാരണം ഇത്തരത്തിൽ മീഡിയ അക്കാദമിയെ മുന്നോട്ട് നയിക്കുന്നത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ചെയർമാനാണ്. ഞങ്ങളുടെ ചെയർമാനെ RS ബാബു സാറിനെ മികച്ച മാധ്യമപ്രവർത്തകൻ മാത്രമല്ല മികച്ച സംഘാടകൻ കൂടിയായ അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ശ്രീ റിക്സൺ ഇടത്തിൽ, അദ്ദേഹം ദ ഫോർത്ത് ന്യൂസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹം മുഖ്യധാരാ മാധ്യമങ്ങൾ മംഗളം, ഇന്ത്യ ടുഡേ, ന്യൂസ് 6 പോലെയുള്ള മാധ്യമങ്ങളിൽ പ്രവർത്തിച്ച ശേഷം ഇന്ന് ന്യൂ മീഡിയ കാലത്ത് മാധ്യമപ്രവർത്തനം നടത്തുകയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചടങ്ങിൽ ആശംസ നേരുന്നതിലേക്കായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഷിബു ചക്രവർത്തി, അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക എന്നുള്ള സാഹസം കൂടെ ഞാൻ ചെയ്യുകയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, മാധ്യമപ്രവർത്തകനാണ്, ഗാനരചയിതാവാണ്, 100 കണക്കിന് ഗാനങ്ങൾ രചിച്ച നിരവധി തലമുറ സംഗീത സംവിധായകർക്കും ഗായകർക്കും ഒപ്പം പ്രവർത്തിച്ച ശ്രീ ഷിബു ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ചിത്രം സിനിമയിലെ പാട്ട് പാടി അഭിനയിച്ച് മാണിക്യച്ചെമ്പെടുക്ക പാടി അഭിനയിച്ച നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരം രഞ്ജിനിയുടെ ഉണ്ട്. അവരുടെ ചരിത്രപരമായ ആദ്യ കൂടിക്കാഴ്ച ഇന്നായിരുന്നു. അതിനുകൂടി കേരള മീഡിയ അക്കാദമി സാക്ഷ്യം വഹിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷം പകരുന്നതാണ്. ശ്രീ ഷിബു ചക്രവർത്തി, അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി രഞ്ജിനിയെയും ഞാൻ കൂടുതൽ വിശേഷണങ്ങൾ കൊണ്ട് ബോറടിപ്പിക്കുന്നില്ല. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം സിനിമകളിൽ ശ്രദ്ധേയ, നേരത്തെ രമ്യ നവീശിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നിലപാടുകളുള്ള ശ്രദ്ധേയ വ്യക്തിത്വം ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ AN രവീന്ദ്രദാസ്, അദ്ദേഹം ദേശാഭിമാനിയിൽ ദീർഘകാലം സ്പോർട്സ് ലേഖകനും എഡിറ്ററുമായി ജോലി ചെയ്തു. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ടാവാം. അദ്ദേഹം കളി എഴുത്തുകാരൻ മാത്രമല്ല, കളി എഴുതുകയും കളിയുടെ രാഷ്ട്രീയം പറയുകയും എഴുതുകയും കൂടി ചെയ്യുന്ന ശ്രദ്ധേയനായ പത്രപ്രവർത്തകൻ. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മീഡിയ അക്കാദമിയുടെ ഭരണസമിതി അംഗവും നമ്മുടെയൊക്കെ പ്രിയങ്കരനുമായ രവി തോമസ് സോമതീരം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരെയും കേരള മീഡിയ അക്കാദമിക്ക് വേണ്ടി ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.